നമസ്തേ. ഓം ശാന്തി, ശാന്തി, ശാന്തി. സ്നേഹമുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തടസ്സത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതും എന്നാൽ അംഗീകരിക്കാത്തതുമായിട്ടുള്ള ഒരു മനസ്ഥിതിയെക്കുറിച്ചാണ്. ആത്മീയ പാതയിലേക്കൂടെ യാത്ര പോകുന്ന നമ്മളേവരും ഈ ഒരു മനസ്ഥിതിയെ മാറ്റപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ചില ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളിൽ സങ്കുചിത മനസ്ഥിതി രൂപപ്പെട്ടു വരുന്നത്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ഏറ്റവും പ്രാധാന്യമേറിയതും നമ്മുടെയൊക്കെ ക്ലാസിൻ്റെ എല്ലാം അടിസ്ഥാന തത്വവുമായ അതേ ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ഭാഷണം തുടങ്ങാം. ഉദ്ധരേതാത്മാനാം നാത്മാനാം അവസാദേത് ആത്മൈവ ഹത്യാത്മനോ ബന്ധുരാത്മാവേ രതിപൂരാത്മനാഹ. മറ്റൊന്നുമല്ല, ഒരാൾക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ അത് അവനവൻ തന്നെ തീരുമാനിച്ച് അതിനുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് ഭഗവാൻ ഈ പറഞ്ഞതിന് ലളിതമായിട്ടുള്ള വാക്യം. പക്ഷേ വിഷയം എവിടെയാന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കേവല ഭർത്യൻ്റെ ഭാഷയിൽ അതിനെ നമ്മളൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ, അവൻ്റെ സങ്കുചിത മനസ്ഥിതിയാണ് അവൻ്റെ സർവ വിഷയങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോഴൊപ്പം തന്നെ സങ്കുചിത മനസ്ഥിതി എന്നത് വളരെ സാധാരണമായ ഒരു കാര്യവുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ വളരെ സാധാരണമായ കാര്യം എന്ന് പറഞ്ഞത്? ഇത് കേവലമായ മർത്യൻ്റെ ഒരവസ്ഥ എന്നതുകൊണ്ടാണ്. എന്നാൽ നമ്മളെ പോലുള്ള ഈ യാത്രയിൽ ചരിക്കാൻ തീരുമാനിച്ചിറങ്ങിയ നമ്മളെ സംബന്ധിച്ച് ഈ കേവലമർത്യൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഘടകമാണ് നമ്മൾക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്താണ് ഈ സങ്കുചിത മനസ്ഥിതിയുടെ അടിസ്ഥാന ഘടകമെന്നും അതെങ്ങനെയാണ് നമ്മളിൽ ഉണ്ടായിത്തീരുന്നതെന്നും എങ്ങനെയാണ് അത് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ മാറ്റിയെടുക്കാമെന്നതിനെ പറ്റിയിട്ടും ഒരു ചെറിയൊരു ബോധം ഞാൻ വരുത്താൻ ശ്രമിക്കാം. സങ്കുചിത മനസ്ഥിതി നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും കേട്ടതും പഠിച്ചതുമൊക്കെ ചേർന്ന് നമ്മുടെ ചിന്തകൾ രൂപപ്പെടുത്തുന്നതാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനാണ് ശരി, എൻ്റെ ചിന്തയാണ് ശരി, എൻ്റെ വഴിയാണ് ശരി എന്ന രീതിയിൽ നമ്മൾ ചരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ നിൽക്കാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ സങ്കുചിതത്വം എന്ന് പറയുന്നത്. പക്ഷേ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നാൽ, ഓരോരുത്തർക്കും സ്വന്തം അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടെന്നും അത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ്
അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ തന്നെയാ മനസ്സ് സ്വാഭാവികമായും വിശാലമാകാൻ തുടങ്ങുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന സജ്ജനങ്ങൾക്കെല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങളുണ്ടെന്നും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടെന്നും അവരുടേതായ വ്യക്തിത്വമുണ്ടെന്നും ഞാൻ എപ്പോഴാണോ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ ശരി മാത്രമായില്ല, അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രവും നിങ്ങളുടെ ശരി നിങ്ങളുടേതായി മാറുകയും ചെയ്യും. അതിനെ ഞാൻ എപ്പോഴാണോ അംഗീകരിക്കുന്നത്, അപ്പോൾ മാത്രമാണ് ഞാൻ സങ്കുചിത മനസ്സിൻ്റെ അപ്പുറത്തേക്ക് കടക്കുകയും വിശാല മനസ്സാക്ഷിയാവുകയും ചെയ്യുന്നത്. ഈ മനസ്സിലാക്കലാണ് ഇതിൻ്റെ പ്രധാന തത്വം. അപ്പോൾ പറഞ്ഞു വന്നത്, ഓരോ നമ്മൾ കാണുന്നത് മുഴുവൻ സത്യമല്ലെന്നും അതൊരു ഭാഗം മാത്രമാണ് എന്ന ബോധം വളരെ വലിയ മാറ്റം കൊണ്ടുവരും. സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു ഇപ്പോൾ പകലാണ്. ശരിക്കും ഇപ്പോൾ പകലാണ്. പക്ഷെ പകലാണെന്ന് നമ്മൾ കൊട്ടിഘോഷിച്ച് ലോകത്തോട് പറഞ്ഞ് പകലാണെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ അത് അർത്ഥസത്യം മാത്രമാണ്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമാണ് പകൽ. മറ്റൊരു സ്ഥലത്ത് അത് പകലല്ല. അതേ സമയം തന്നെ അവിടെ രാത്രിയും ഉണ്ടാകും. അതുപോലെ തന്നെ ഏതൊരു സത്യത്തിനും മറുവശം കൂടിയുണ്ട്. അത് നമ്മൾ മനസ്സൊരു വിസ്മയം പുസ്തകത്തിൽ വളരെ കൃത്യമായി, പുസ്തകം ഇല്ലാത്തവരോട് പറയുകയാണ്, മനസ്സൊരു വിസ്മയം പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ ഞാനിത് ജ്ഞാനോദയത്തിൻ്റെ പടവുകളിലേക്കുള്ള യാത്രയിൽ പറയുന്നുണ്ട്. എന്താണ് സത്യം, എന്താണ് അസത്യം, അങ്ങനെ ഒരു പ്രതിഭാസമേ ഈ ലോകത്തില്ലെന്നും ഇത് തിരിച്ചറിയുന്നവർ മാത്രമാണ് യഥാർത്ഥ ജ്ഞാനോദയത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അപ്പം അതിന് 3 കാര്യങ്ങൾ, ഉദാഹരണം ബുദ്ധൻ്റെ തത്വങ്ങളിലൂടെ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു വിഷയത്തെ കാണുമ്പോൾ ഞാൻ കാണുന്ന സൈഡും മറ്റൊരാൾ കാണുന്ന സൈഡും മൂന്നാമതൊരാൾ കാണുന്ന സൈഡും മൂന്നാണ്. അപ്പം അവിടെ സത്യം എവിടെയായിരിക്കും? ഇത് 3 ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കുന്ന ആ സമൂഹത്തിൽ നിന്നുണ്ടായിത്തീരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സത്യമുണ്ട്. അതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. ഇത് ഞാൻ മനസ്സൊരു വിസ്മയത്തിൽ പറയുന്നുണ്ട്. പുസ്തകം ഇല്ലാത്തവരൊന്ന് എടുത്ത് വിശാലമായി വായിക്കുക. വീണ്ടും പറയുന്നു, വിശാലമായി വായിക്കുക. അപ്പോൾ മനസ്സ് വിശാലമാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നും ചെറിയ മാറ്റങ്ങൾ നമ്മൾ നടത്തിയാൽ മതി എന്നും മനസ്സിലാക്കുക. അതായത് മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. മനസ്സ് വിശാലമാവാത്ത ആൾക്കാരെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യം, അവർ നമ്മളെ കേൾക്കാൻ തയ്യാറാവില്ല, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഏതൊരു കാര്യത്തിനും പെട്ടെന്ന് വിധി പറയാതിരിക്കുക എന്നുള്ളത്. കാരണം എന്തുകൊണ്ട് അവൻ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കുക. അതിനു മുമ്പേ ഇയാൾ അങ്ങനെയാണ് എന്ന് വിധി പ്രഖ്യാപിക്കാതിരിക്കുക. കാരണം ഇവയൊക്കെ മനസ്സിനെ മൃദുലമാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നത് നമ്മുടെ അഹങ്കാരത്തിൽ നിന്നുമാണ്, അല്ലാതെ ബോധത്തിൽ നിന്നല്ല. കാരണം ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ നിശബ്ദമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വെറുതെയാണ് നേരം പ്രകടിപ്പിച്ചത്. കുറച്ച് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, കുറച്ച് ഞാൻ ബോധപൂർവം അവിടെ നിന്നിരുന്നെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും അവിടെ വരില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തിലെ പല സന്ദർഭങ്ങളെയും അപേക്ഷിച്ച് നോക്കും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. കാരണം ഓരോ പ്രതികരണത്തിന് മുമ്പ് ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചാൽ തന്നെ നമുക്ക് പല തെറ്റുകളും ഒഴിവാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക തലത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ
ഉപനിഷത്തിൽ, ഈശോവാസ ഉപനിഷത്തിൽ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ഈ ലോകത്തിലുള്ളതെല്ലാം ഈശ്വരനിൽ നിറഞ്ഞതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ മുമ്പിൽ നമ്മൾ ഒരാളെടുത്ത് പോയി കൈ കൂപ്പുമ്പോൾ, എന്നിലുള്ള ചൈതന്യവും നിന്നിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണെന്ന് ഞാൻ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും പിന്നെ അവൻ അവൻ പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ ഒരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരുപാട് ലളിതമായ രീതികളും വിഷയങ്ങളും നാമജപങ്ങളും ഒക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് എങ്കിലും ഇതിനെയൊക്കെ പ്രായോഗിക തലത്തിൽ എടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. വൈകുന്നേരങ്ങളിലുള്ള സന്ധ്യാനാമം നമ്മളൊരു നിഷ്ഠയായി ആചരിക്കുന്നുവെങ്കിലും പലരും പല സന്ദർഭങ്ങളിലും സന്ധ്യാനാമത്തിൻ്റെ സമയം 6:30 നമുക്ക് കാലങ്ങളായിട്ട് അറിയാം, അല്ലെ 6 മണി 6:30 കാലങ്ങളായിട്ട് അറിയാമെങ്കിലും ആ സമയത്ത് അൾറാം അടിക്കുന്ന പോലെ ആരെങ്കിലുമൊക്കെ പറയും, അയ്യോ സന്ധ്യാനാമം ചൊല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പിടിച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ബോധം അവിടെ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ, എളുപ്പത്തിൽ പറഞ്ഞാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു നിഷ്ഠ പോലെ ഇത് കടന്നു പോകുമ്പോൾ ഓരോ സ്ഥലത്തും ഒരാളോട് സംസാരിക്കുമ്പോഴും പാലിക്കേണ്ട മര്യാദകൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കിടക്കാൻ പറ്റും. പക്ഷേ നമ്മളെല്ലാം മുൻവിധികളിലൂടെ അത് ശരിയല്ല, ഇത് ശരിയല്ല, അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, അതെന്താ നീ അങ്ങനെ ചെയ്തത്, ഇതെന്താ നീ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് മാത്രമാണ് ഈ ലോകത്ത് ശരിയെന്നും അവിടെ അല്ലെങ്കിൽ അവിടെ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷയം. അതെന്താണ്? അത് നമ്മുടെ അഹംബോധത്തിൻ്റെ കാര്യമല്ല, മറിച്ചത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായി മാറുന്നു. ഇവിടെയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. നമ്മൾ എന്തു ചൊല്ലുന്നു, എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ അവൻ്റെ സങ്കുചിത മനസ്ഥിതി മാറ്റണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് അതെനിക്കുണ്ട് എന്നവൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിനെ അവൻ അംഗീകരിക്കണം. അതില്ലാത്തവനായിട്ട് ഈ ലോകത്ത് ആരുമില്ല എന്നുള്ള മറ്റൊരു സത്യം കൂടിയുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇത്തരം കാര്യങ്ങളുണ്ട്, ഇതിനെ ഞാൻ മാറ്റാൻ ഞാൻ വിശാല മനസ്സുള്ളവനായി തീരണമെന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. കാരണം തെറ്റുകൾ എന്നത് ദൗർബല്യമല്ലെന്നും അത് വളർച്ചയുടെ തുടക്കമാണെന്നും മനസ്സിലാകുന്നതിന് മാത്രമേ ഇതിനോട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന തത്വം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സ് പലപ്പോഴും പഴയ അനുഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സംഭവമാണെന്നും ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ അതുപോലുള്ള ആളുകളെ മുഴുവൻ അതേ രീതിയിൽ കാണാൻ മാത്രമാണ് നമ്മുടെ മനസ്സിന് പറ്റുകയുള്ളൂ എന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ, നമ്മൾ എല്ലാത്തിനെയും കാണാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒന്ന് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട്, എന്നിലും ഇത്തരം വിഷയങ്ങളില്ലേ എന്ന് ഒന്ന് പുനഃപരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ മാറ്റം തുടക്കാൻ പറ്റും. അപ്പം മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് മുൻവിധികളിൽ ഉണ്ടായ അനുഭവങ്ങൾ ഇവിടെ ശരിക്കും ശരിയായിരിക്കണമെന്നില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ ഒരാളുടെ തെറ്റ് മറ്റൊരാളിൽ നമ്മൾ കാണേണ്ടതില്ലെന്നും അത്തരം പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തുന്നത് എവിടെയും ഭൂഷണമല്ലെന്നും തിരിച്ചറിയാം. കാരണം ഒരു അനുഭവം മുഴുവൻ ലോകത്തെയും നിർവചിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. കാരണം മനസ്സങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ മനസ്സിനെ നയിക്കുന്ന ഞാൻ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും: മനസ്സാണോ നമ്മളെ നയിക്കുന്നത്, അല്ല നമ്മൾ മനസ്സിനെയാണോ നയിക്കുന്നത്? അതാണ് ഇത്തരം ക്ലാസ്സുകളുടെയൊക്കെ ഏറ്റവും പരമമായ സത്യം. മനസ്സിനെ ജയിക്കുന്നവൻ മാത്രമേ ശാശ്വതമായ ജയമുണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാൻ തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ കുതിരയെ നയിക്കുന്ന തേരാളിയായി വരികയും അർജുനൻ
വെറും വില്ലാളിയായി മാറുകയും ചെയ്തതിൻ്റെ അർത്ഥം അതാണ്, ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടതാണ്. കാരണം മനസ്സിനെ നിയന്ത്രിക്കുന്നവരാരാണോ അവന് മാത്രമേ യഥാർത്ഥ വിജയിയാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിനെ നിർവചിച്ച് മനസ്സിൻ്റെ അടിമയായി മാറുന്നതിന് പകരം നമ്മൾ അതിൻ്റെ യജമാനായി മാറുമ്പോൾ, ബോധതലത്തിൽ നിന്നും ആ സംഭവത്തെ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ നാമജപം ചൊല്ലുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ബോധതലത്തിലേക്ക് കടക്കാൻ ബോധപൂർവമായ പ്രവർത്തനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അധികം ആൾക്കാരെ കേൾക്കാൻ തയ്യാറല്ല, പക്ഷെ അധികം സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ് താൻ. കാരണം കേൾക്കാൻ പഠിച്ചാൽ മനസ്സ് സ്വാഭാവികമായും വിശാലമാകാൻ തുടങ്ങും. കാരണം അവിടെ ക്ഷമ, പുതിയ ജ്ഞാനം ഉൾക്കൊള്ളുക എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് വിശാലത കൈവരും. ഒരാളുടെ വേദന, ഒരാളുടെ കാഴ്ചപ്പാട്, ഒരാളുടെ ജീവിതം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചെറിയ ലോകത്തിൽ നിന്നും പുറത്തോട്ട് കടക്കാൻ തുടങ്ങും. മനസ്സിനെ, അതായത് കേൾക്കുന്നത് എപ്പോഴും മനസ്സിനെ തുറക്കുകയും അഹങ്കാരത്തിൽ നിന്നും അഹംബോധത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇവിടെ സാധാരണ പറയാറുള്ള കാര്യം, കേൾക്കുന്നത് മനസ്സ് തുറക്കുകയും സംസാരിക്കുന്നത് മനസ്സ് അടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ കേൾവിക്കാണോ താല്പര്യം കൊടുക്കുന്നത്, സംസാരിക്കാനാണോ? ഇനി നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ എവിടെയും പ്രവർത്തിക്കുമ്പോൾ കേൾവിക്കാരിയാകാനോ കേൾവിക്കാരനാവാനോ ബോധപൂർവമായ ശ്രമം നടത്തുക. അവിടെയാണ് ഈ നമ്മുടെ അടിസ്ഥാനപരമായ വിജയം സംഭവിക്കുന്നത്. കാരണം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് ഒരു കൂട്ടായ്മ പോലെ കൊണ്ട് നടക്കുക. നെഗറ്റീവ് ചിന്തകളോടൊപ്പം കൂടുതലായി സമയം ചെലവഴിക്കുന്ന ആളാണെങ്കിൽ നമ്മളും നെഗറ്റീവ് തന്നെ ആയിത്തീരും. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിലുള്ളവർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക് നെഗറ്റീവായി പോകും. അതാണ് നമ്മുടെ സ്ഥിതി, അതാണ്. അതുകൊണ്ട് എന്ത് കേൾക്കുന്നു, ആരെടുത്ത് സഹവാസമുണ്ടാക്കുന്നു, ഏത് ഗ്രന്ഥം വായിക്കുന്നു, ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ സജ്ജനങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സത്പാരായണങ്ങൾ നടത്തുന്നുവെങ്കിലും അവിടെയും നമ്മുടെ ചിന്തകൾ അതൃപ്തികരമായിട്ടാണെങ്കിൽ പാരായണം കൊണ്ട് ഒന്നും നേടാനില്ല. ഭഗവാൻ ഇവൻ ഗീത എടുത്ത് വായിക്കുമ്പോഴും ഗീത ഇവിടെ വായിക്കുന്നുണ്ട്, മനസ്സ് അതിനേക്കാളും വലിയ മഹാഭാരത യുദ്ധത്തിലാണ് പോകുന്നതെങ്കിൽ ഒരർത്ഥവുമില്ല. അപ്പം അവിടെ സദ്ഗ്രന്ഥങ്ങളിലൂടെ പാരായണം നടത്തുമ്പോൾ പൂർണ്ണമായ അർപ്പണബോധത്തോടെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാവുന്നില്ലെങ്കിൽ അതിന് പറ്റിയ മറ്റ് സംഭവങ്ങൾ, ഇപ്പം അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പുസ്തകങ്ങൾ എഴുതുമ്പോൾ സാധാരണ ജീവിതവുമായി കണക്ട് ചെയ്ത് എഴുതാൻ ശ്രമിച്ചത്. കാരണം മറ്റുള്ളവരെ ജീവിതം കണക്ട് ചെയ്യുമ്പോൾ ഒരു കഥ പോലെ പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ഉപനിഷത്ത് കഥകളും വേദാന്ത കഥകളും ഒക്കെ കാർട്ടൂൺ രൂപത്തിലും അല്ലെങ്കിൽ അമർചിത്ത കഥകളുമായിട്ട് നമ്മൾ അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണം സാധാരണക്കാരന് ഇത് ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ പറയുക എന്നതുകൊണ്ടാണ്. പക്ഷെ എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത്? അവനിതിൻ്റെ ഉൾക്കാമ്പിനെ ഉൾക്കൊള്ളാൻ ഒട്ടും ശ്രമിക്കുന്നില്ല എന്നാണ്. അപ്പം നേരത്തെ പറഞ്ഞത്, നമ്മൾ സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് ഉൾക്കായ്മ ഉണ്ടാവില്ല, ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ആത്മീയ യാത്രയിലേക്കാണ് യാത്രയെങ്കിൽ നമ്മൾ ഓരോന്നിനെയും അന്തരംഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെ നമുക്ക് മാറ്റത്തിന് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്ക് എല്ലാ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ബോധപൂർവമായ പ്രവർത്തനവും അഹങ്കാരം കുറക്കുക എന്നതാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് തിരിച്ചറിയുകയും എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്തയിൽ നിന്ന് മാറി എനിക്കിനിയും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇത് ഞാൻ എന്താണെന്ന് ഞാനും കൂടി ഒന്ന് അനുഭവിക്കട്ടെ എന്നുള്ള നിലപാടെടുക്കുമ്പോൾ ജീവിതം പുതിയ വാതിലുകൾ തുറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വിനയം വന്നാൽ മാത്രമാണ് മനസ്സ് സ്വാഭാവികമായി വിശാലമാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ സത്യമായി പറയാൻ ഇത്രയേ ഉള്ളൂ, ചെറിയ കാര്യങ്ങളിൽ കൂടുമ്പോൾ മനസ്സ് ചുരുങ്ങും, വലിയ ദൃഷ്ടികളിലൂടെ നോക്കുമ്പോൾ
മനസ്സ് വികസിക്കുന്നു. അപ്പം നിങ്ങൾ ഏത് കാര്യത്തെ ചിന്തിക്കുമ്പോഴും വിശാലമായ കാഴ്ചപ്പാടിലൂടെ, വിശാലമായ ചിന്താഗതികളിലൂടെ കാണാൻ ശ്രമിക്കുക. ഞാനും പൂർണ്ണമല്ല, നിങ്ങളും പൂർണ്ണരല്ല, ഈ ലോകത്തൊന്നും പൂർണ്ണരല്ല എന്നുള്ള സത്യം ആദ്യം ഉൾക്കൊള്ളുമ്പോൾ, ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, ഇതെന്താണ്, അതെന്താണ്, ഇതൊന്നും അവിടെ അപ്ലിക്കബിൾ ആവാതിരിക്കുകയും അതിനെയൊക്കെ അംഗീകരിച്ച് അതിന് വേണ്ട രീതിയിൽ നമ്മൾ ഒന്ന് തയ്യാറായാൽ മാത്രം മതി എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഓരോ നാമജപങ്ങളും ഓരോ പ്രാർത്ഥനകളും ഓരോ സങ്കീർത്തനങ്ങളും ഓരോ എന്താ പറയുക, ഓരോ ആലാപനങ്ങളും എല്ലാം അകത്തുള്ള മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. അകക്കാമ്പിലുള്ള മാറ്റത്തിൽ നിന്നും ബോധോദയത്തിലേക്ക് തുറക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥ കഴിവ് കിടക്കുന്ന ഒരാൾ. അപ്പോൾ ഇത് ശ്രദ്ധയോടെ എല്ലാവരും ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. മനുഷ്യ സഹജമായ വാസനകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നും ഉയരണമെനിക്ക് എന്നുള്ള ബോധമാണ് നമ്മുടെ മോക്ഷപ്രാപ്തിയിലെത്തിക്കുക എന്ന് തിരിച്ചറിയുക. അപ്പോൾ മോക്ഷമാണ് നമ്മുടെ എല്ലാം പരമലക്ഷ്യമെന്നും ആ മോക്ഷം ലഭിക്കണമെങ്കിൽ ഞാൻ സ്വയം മോക്ഷപ്പെടേണ്ടിയിരിക്കുന്നു എന്നും തിരിച്ചറിയുക. അല്ലാതെ ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് മോക്ഷം നൽകുകയല്ല ചെയ്യുന്നത്, നമ്മൾ മോക്ഷം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും വാക്കുകളെല്ലാം കൃത്യമാണ്. മോക്ഷം ലഭിച്ചു എന്നല്ല, മോക്ഷം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാപിക്കുക എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ബോധപൂർവമായിട്ട് അർപ്പണത്തോടു കൂടി മാത്രമേ മോക്ഷപ്രാപ്തി സംഭവിക്കുകയുള്ളൂ. അല്ലേ? ഏതും ഒരു ഗ്രന്ഥത്തിലും മോക്ഷപ്രാപ്തി അവൻ മോക്ഷം നൽകി എന്ന് പറയാനല്ല, അവൻ പ്രാപിച്ചു, ലഭിച്ചു, നേടി എന്നേ പറയുള്ളൂ. അപ്പോൾ നേട്ടം അവനവൻ ചെയ്യുന്നതിനെയാണ് നേട്ടം എന്ന് പറയുന്നത്. മറ്റൊരാൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് എന്താ കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടിയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ടെക്നിക്കൊന്നും ഇവിടെ ലോകത്തുള്ള ഞാനിവിടെ കേട്ടിട്ടില്ല. അതുകൊണ്ട് അവനവനെ ഉയർത്തുക, ഉദ്ധരേതാത്മാനാം, അത് തന്നെയാണ് ജീവിത ലക്ഷ്യം എന്നറിയുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.